ഹായ് ഫ്രണ്ട്സ്, കാലിക്കറ്റ് സർവകലാശാലയുടെ 4 ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിൻ്റെ എയ്ഡഡ് പ്രോഗ്രാമുകളിലേക്കുള്ള രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. 2024-25 അധ്യയന വർഷത്തേക്കുള്ള ബിരുദ പ്രവേശനത്തോടനുബന്ധിച്ചുള്ള ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലെ എയ്ഡഡ് കോഴ്സുകളിലേക്കുള്ള രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റാണ് പ്രസിദ്ധീകരിച്ചത്. അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും അതത് കോളേജിൽ 9/8/2024 വൈകുന്നേരം 3 മണിക്കുള്ളിൽ റിപ്പോർട്ട് ചെയ്ത് സ്ഥിരം, അതായത് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അഡ്മിഷൻ എടുക്കാത്തവർക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതും തുടർന്നുള്ള അഡ്മിഷൻ പ്രക്രിയയിൽ നിന്നും പുറത്താകുന്നതുമാണ്. പുതുതായി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാൻഡറ്ററി ഫീസ് അടച്ച ശേഷമാണ് കോളേജുകൾ പ്രവേശനം എടുക്കേണ്ടത്. സ്റ്റുഡൻസ് ലോഗിൻ വഴിയാണ് മാൻഡറ്ററി ഫീസ് അടയ്ക്കേണ്ടത്. പ്രവേശനത്തിന് ഹാജരാകുന്നതിന് മുമ്പ് കോളേജുമായി ബന്ധപ്പെടേണ്ടതും പ്രവേശനത്തിനായി അവർ നിർദ്ദേശിക്കുന്ന സമയക്രമം പാലിക്കേണ്ടതുമാണ്. കാലിക്കറ്റ് സർവകലാശാലയുടെ 4 ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാമുകളിലേക്കുള്ള എയ്ഡഡ് പ്രോഗ്രാമുകളിലെ രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എല്ലാവരും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ വഴി നിങ്ങളുടെ ലോഗിൻ ചെയ്ത് നോക്കുക യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക്. അതിനുശേഷം നിങ്ങൾ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടുന്ന കുട്ടികളാണെങ്കിൽ മാൻഡറ്ററി ഫീസ് അടച്ചതിന് ശേഷം കോളേജുമായി ബന്ധപ്പെട്ട് അവർ പറയുന്ന സമയത്ത് പോയി ജോയിൻ ചെയ്യുക. അതല്ലാതെ ഓൾറെഡി അലോട്ട്മെൻറ്റ് കിട്ടി ഹയർ ഓപ്ഷനോ അല്ലെങ്കിൽ ഒരു മാറ്റം വന്നവരാണെങ്കിൽ വീണ്ടും മാൻഡറ്ററി ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല. ജോയിൻ ചെയ്യേണ്ട ലാസ്റ്റ് ടൈം ആൻഡ് ഡേറ്റ് 9/8 ഓഗസ്റ്റ് 9 വൈകിട്ട് 3 മണിയാണ്.